സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. നാരായണീയത്തിലെ 81 ദശകം പഠിക്കാം. ഈ ദശകത്തിൽ ശ്രീകൃഷ്ണൻ, കാളിന്തി തുടങ്ങിയ പത്നിമാരെ അവരെ വിവാഹം ചെയ്യുന്ന കഥകളും പിന്നീട് പാരിജാതാപഹരണം, അതുപോലെ മുരൻ, നന്ദഭക്തൻ തുടങ്ങിയ അസുരന്മാരെ വധിക്കുന്നതുമാണ് ഇവിടെ ഈ ദശകത്തിൽ വർണ്ണിക്കുന്നത്. പദ്യം വായിച്ചിട്ട് അർത്ഥം പറയാം. സ്നിഗ്ധാം മുഗ്ധാം സതതമപിതാം ലാളയൻ സത്യഭാമാം യാതോ ഭൂയഃ സഹ ഖലു തയാ യജ്ഞസേനീ വിവാഹം പാർത്ഥപ്രീത്यै പുനരപി മനാഗസ്ഥിതോ ഹസ്ത്യപുര്യാം ശക്രപ്രസ്ഥം പുരമപി വിഭോ സംവിധായാഗതോ ഭൂഃ. സ്നിഗ്ധ എന്ന് പറഞ്ഞാൽ സ്നേഹശീല എന്നർത്ഥമുണ്ട്. മുഗ്ധ ലജ്ജാവതി എന്നർത്ഥമുണ്ട്. അങ്ങനെയുള്ള സത്യഭാമയുടെ കാര്യമാണ്. സതതം എപ്പോഴും, സതതമപി എപ്പോഴും എന്നർത്ഥം. താം അവളെ ലാളിക്കുന്നവനായിട്ട്, യാതഃ പോയവനായി, ഭൂയ പിന്നീട്, സഹ ഖലു തയാ സഹ എന്ന് പറഞ്ഞാൽ അവളോടുകൂടി, സത്യഭാമയോടുകൂടിയാണ്. ഖലു ഒക്കെ അവ്യയമാണ്, സഹയൊക്കെ. ഖലു എന്ന് പറഞ്ഞാൽ നിശ്ചയമായുന്നുണ്ട്, ഇവിടെ അവ്യയമായിട്ടെടുത്താൽ മതി. യജ്ഞസേനീ വിവാഹം. യാജ്ഞസേനി എന്ന് പറഞ്ഞാൽ പാഞ്ചാലിയുടെ പരിണയം പ്രമാണിച്ച് പാഞ്ചാല ദേശത്തേക്ക് പോയി. സത്യഭാമയോട് ഒന്നിച്ചാണ് പോയത്. പാണ്ഡവരുടെ വിവാഹമാണല്ലോ. പാർത്ഥപ്രീത്യായി, പാർത്ഥന് അർജുനനാണ്. ഏകദേശം കൃഷ്ണൻ്റെ സമപ്രായം, പാണ്ഡവരിൽ തന്നെ സമപ്രായം ഉള്ളത് അർജുനനാണ്. അതുപോലെ കൂടുതൽ സൗഹൃദവും ഉള്ളത് അർജുനനുമായിട്ടാണ്. പാർത്ഥപ്രീത്യായി, പാർത്ഥൻ്റെ പ്രീതിക്കായിക്കൊണ്ട് പുനഃ പിന്നീടും മനാഗ് എന്ന് പറഞ്ഞാൽ കുറച്ച് എന്നർത്ഥം, കുറച്ച് കാലം കൂടി അവിടെ ഹസ്തിനപുരിയെ താമസിച്ചു. ആസ്ഥിത അവിടെ താമസിച്ചു. ഹസ്തിപുരിയാം, പുരിയിൽ. ശക്രപ്രസ്ഥം പുരമപി, എന്നിട്ട് ശക്രപ്രസ്ഥം എന്ന പുരം, ഒരു നഗരവും അവർക്ക് താമസിക്കാനും. അവർ മുമ്പ് അവിടെ ഒരു അരക്കില്ലമൊക്കെ വെന്തുപോയല്ലോ, അപ്പോൾ അവർക്ക് താമസിക്കാൻ ശക്രപ്രസ്ഥം എന്ന ഒരു നഗരം, അത് കൃഷ്ണൻ കൂടി അവിടെ നിന്ന് ആ പുരം, ഒരു പട്ടണമെന്നും പറയാം, അല്ലെങ്കിൽ വലിയ കൊട്ടാരമൊക്കെയുള്ള സ്ഥലമാണ്. അത് സംവിധാനം ചെയ്ത് അവരെ അവിടെ താമസിപ്പിച്ചു. വിഭോ സംവിധായ എന്ന് പറഞ്ഞാൽ അതൊക്കെ ചെയ്തു കൊടുത്തിട്ട് ആഗതഃ തിരിച്ചു വന്നു. ആഗതഃ അഭൂ തിരിച്ചു വന്നു അർത്ഥം. ഭദ്രാം ഭവദവരജാം കൗരവേണർത്ഥ്യമാനാം ത്വദ്വാചാതാമഹൃതകുഹനാമസ്കരീ ശക്രസൂനു തത്ര ക്രുദ്ധം ബലമനുനയൻ പ്രത്യഗാത്തേന സാർത്ഥം ശക്രപ്രസ്ഥം പ്രിയസഖമുദേ സത്യഭാമാ സഹായ. ഭദ്ര എന്നിവിടെ പറഞ്ഞത് സുഭദ്ര എന്നർത്ഥമാണ്. സുഭദ്ര ഭഗവാന്റെ സഹോദരിയാണ്. ബലഭദ്രരാമന് ഒരിക്കൽ പാഞ്ചാലദേശത്ത് ദുര്യോധനനെ ഗദായുദ്ധമൊക്കെ പഠിപ്പിച്ചെന്ന് പറഞ്ഞപ്പോൾ അവർ തമ്മിലൊരു സൗഹൃദം ഉണ്ട്. അപ്പോൾ ഈ സുഭദ്ര വളരെ സുന്ദരിയാണ്. സുഭദ്രയെ ദുര്യോധന വിവാഹം ചെയ്തു കൊടുക്കാമെന്ന് ബലഭദ്രരാമന് സമ്മതിച്ചിട്ടുള്ളതാണ് മുമ്പ്. പക്ഷേ ശ്രീകൃഷ്ണന് അത് ഇഷ്ടമല്ല. ശ്രീകൃഷ്ണന് ഈ ദുര്യോധനൻ്റെയൊക്കെ ആ കുട്ടിയുടെ സ്വഭാവമൊക്കെ കൂടുതലറിയാം, അതുകൊണ്ടാവും. ശ്രീകൃഷ്ണന് അർജുനൻ വിവാഹം കഴിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ അർജുനനോട് ഈ അവിടെ വന്ന് താമസിക്കാൻ പറഞ്ഞു. ഒരു സന്യാസി വേഷത്തിൽ വന്ന് താമസിച്ച് ഈ സുഭദ്രയുടെ പ്രീതിയൊക്കെ നേടിയിട്ട് സുഭദ്രയെ അപഹരിച്ചു കൊണ്ടുപോയിക്കൊള്ളാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞതാണ്. ബലഭദ്രരാമൻ ഇത് അറിഞ്ഞിട്ടില്ല. ബലഭദ്രരാമൻ എന്തായാലും സമ്മതിക്കുകയില്ല, കോപിക്കുമെന്നറിയാം. പിന്നെ എന്തെങ്കിലും പറഞ്ഞ് അതിനെ നയിപ്പിക്കാം എന്ന് തന്നെ പറഞ്ഞാണ്. അതാണ് ഭദ്രാം. അതിലാദ്യത്തെ ഭദ്ര എന്ന് പറഞ്ഞാൽ നല്ല ശീലമുള്ളവൾ എന്നർത്ഥമാണ്. അങ്ങനെയുള്ള സുഭദ്രയെ അവരജ എന്ന് പറഞ്ഞാൽ ഇളയ സഹോദരി. കൗരവേണ അർത്ഥ്യമാനം. കൗരവൻ എന്നിവിടെ പറഞ്ഞാൽ ദുര്യോധനാൽ, അർത്ഥ്യമാനം എന്ന് പറഞ്ഞാൽ ദുര്യോധനൻ വിവാഹം കഴിക്കണമെന്ന് നേരത്തെ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുള്ളതാണ്. ത്വദ്വാച, നീ പറഞ്ഞതുകൊണ്ട്, താം അഹൃത, ആ സുഭദ്രയെ അവളെ അപഹരിച്ചു. കുഹനാമസ്കരി. കുഹനം എന്ന് പറഞ്ഞാൽ കപടമായിട്ടുള്ള, മസ്കരി എന്നുള്ളതിന് തപസ്വി എന്നർത്ഥമുണ്ട്. കപടമായ ഒരു താപസൻ്റെ വേഷത്തിൽ വന്ന് ശക്രസൂനു, ശക്രൻ ഇന്ദ്രസൂനുവാണ്, ഇന്ദ്രൻ്റെ പുത്രനാണ്.
അർജുനൻ, അങ്ങനെ കഥയുണ്ടല്ലോ. ഇന്ദ്രധർമ്മൻ്റെ പുത്രൻ ധർമ്മപുത്രരെ, വായുവിൻ്റെ പുത്രനാണ് ഭീമന്, അങ്ങനെ കഥയുണ്ടല്ലോ. ചക്രസൂനു അർജുനൻ. തത്ര ക്രുദ്ധം, അവിടെ ക്രുദ്ധനായി ബലരാമൻ, ബലരാമനെ അനുനയിപ്പിക്കുന്നു. പ്രത്യേകാഹ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോവുകയാണ്. തേനസാർത്ഥം ആ ബലരാമനോടുകൂടി അങ്ങോട്ട് പോയി. പ്രിയസഖമുദേ, പ്രിയസഖനാണ് അർജുനൻ. അർജുനൻ്റെ സന്തോഷവും വേണമല്ലോ അതിന്. സത്യഭാമയും ഉണ്ട് കൂടെ, സത്യഭാമ സഹായ എന്നാണ്. സത്യഭാമയോട് കൂടിയവൻ എന്നുള്ള സ്ഥലങ്ങളിലൂടെ. തത്ര ക്രീഡന്നപി ച യമുനാകൂലദൃഷ്ടാം ഗൃഹീത്വാ താം കാളിന്ദീം നഗരമഗമഃ ഖാണ്ഡവപ്രീണിതഗ്നിഃ ഭ്രാതൃത്വസ്താം പ്രണയവിവശാം ദേവ പൈതൃശ്വസേയീം രാജ്ഞാം മധ്യേ സപതി ജഹൃഷ്യേ മിത്രവിന്ദാമവന്തീം. അവിടെ ചക്രപ്രസ്ഥത്തിലെ അത്ര ക്രീഡൻ അവിടെ മൃഗയ വിനോദത്തിലൊക്കെ ഏർപ്പെട്ടിരുന്നപ്പോഴാണ്, അർജുനനും കൂടെ ഉണ്ടായിരുന്നപ്പോഴാണ്. ക്രീഡ എന്ന് പറഞ്ഞാൽ കളിച്ച് നടക്കുന്നവനർത്ഥം. അഭിച്ച യമുന ചായൊക്കെ അപ്പോഴും എന്നുള്ള അർത്ഥത്തിലാണ്. യമുനാകൂല ദൃഷ്ട, യമുനകൂലം എന്ന് പറഞ്ഞാൽ യമുനാ തീരത്ത് കാണപ്പെട്ട താം കാളിന്തിയെ അവിടെ കാളിന്തി എന്ന സുന്ദരിയായ ധരണി അവിടെ ഉണ്ടായിരുന്നു. സുന്ദരിയായ അവളെ ഗൃഹീത്വ അവർ പറഞ്ഞു. ഞാൻ അർജുനൻ ആദ്യം ചോദിച്ചെന്താ ഇവിടെ എന്താ, ഞാൻ ശ്രീകൃഷ്ണന് പതിയായിട്ട് ആഗ്രഹിച്ച് ഇവിടെ തപസ്സിക്കുകയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ആ കാളിന്തിയെ സ്വീകരിച്ചിട്ട് താം കാളിന്തിയും നഗരമഗമഃ നഗരത്തിലേക്ക് പോയി. പിന്നീട് അർജുനുമായിട്ട് പോയിട്ടാണ് ഖാണ്ഡവ പ്രീണിതാക്കി അഗ്നിയായി. ഖാണ്ഡവ വനം അഗ്നി വന്ന് പറഞ്ഞു, എനിക്ക് വളരെ കാലമായിട്ട് വലിയ ഭക്ഷണമൊന്നും കിട്ടുന്നില്ല. കാരണം ഞാൻ വന്നാൽ ഉടനെ ഇന്ദ്രൻ മഴ പെയ്യിച്ച് എന്നെ അവിടെ ദോടിക്കും. കാരണം ഇന്ദ്രൻ്റെ സുഹൃത്തായ മയൻ ആ ഖാണ്ഡവത്തിലുണ്ട്, ആ വനത്തിലുണ്ട്. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു, അർജുനനോട് പറഞ്ഞു ഇതിനൊരു മുകളിൽ അമ്പ് കൊണ്ട് മഴ പെയ്താൽ നനയാത്ത രീതിയിൽ ഈ വനത്തിന് മുകളിലൊരു കോട്ട പോലെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. അതാണ് ഖാണ്ഡവത്തെ നൽകി പ്രീണിതനാക്കി, എന്നുവെച്ചാൽ സന്തുഷ്ടനാക്കി അഗ്നിയെ. ഈ ഖാണ്ഡവനം അഗ്നിക്ക് കൊടുക്കുന്നതിന് മുമ്പ് ശ്രീകൃഷ്ണനും അർജുനനും കൂടെ മയനെ ചെന്ന് കണ്ടിട്ട് മയനെ സുരക്ഷിതനായിട്ട് വനത്തിൽ നിന്നും പുറത്ത് കൊണ്ടുവന്നു. അങ്ങനെ മയനുമായിട്ടുള്ള സൗഹൃദം തുടർന്നു. പിന്നീട് മിത്രവിന്ദ എന്ന ധരണിയെ വിവാഹം കഴിക്കുന്നതാണ്. മിത്രവിന്ദ പൈതൃശ്വസേയിയാണ്, പിതാവിൻ്റെ സഹോദരി പുത്രിയാണ്, ഭ്രാതൃത്രസ്തയാണ്. ഭ്രാതാക്കന്മാരോട് ഭയമുള്ളവരാണ് അവർ. രുക്മിണിയുടെ കാര്യം പറഞ്ഞതുപോലെ വിവാഹം ചെയ്തു കൊടുക്കാമെന്നൊക്കെ പറഞ്ഞാൽ എന്തായാലും ഭയമാണ് അവരോട്. അങ്ങനെയുള്ള പ്രണയവിവശ കൃഷ്ണനോട് പ്രണയമുണ്ട്. അങ്ങനെയുള്ള അല്ലയോ ദേവ പൈതൃശ്വസേയും, പിതാവിൻ്റെ സഹോദരിയുടെ പുത്രിയെ അവിടെയും വിവാഹ സമയത്ത് രുക്മിണിയെ അപഹരിച്ചുകൊണ്ട് പോകുന്ന പോലെയാണ്. രാജ്ഞാം മധ്യേ, രാജാക്കന്മാരുടെ മധ്യത്തിൽ സപതി, പെട്ടെന്ന് തന്നെ ജഹൃഷയെ അപഹരിച്ചുകൊണ്ട് പോയി. മിത്രവിന്ദയെ. അവന്തി എന്ന് പറഞ്ഞാൽ അവന്തി രാജ്യത്തെ രാജകുമാരിയായിരുന്നു. സത്യാം ഗത്വാ പുനരുദവഹോ നഗ്നജിന്നന്ദനം താം ബദ്ധ്വാ സപ്താപി ച വൃഷവരാൻ സപ്തമൂർത്തിർനിമേഷാത് ഭദ്രാം നാമ പ്രദദുരഥ തേ ദേവ സന്ദർത്തനാദ്യാസ്തൽസോദര്യാ വരദ ഭവതഃ സാപി പൈതൃശ്വസേയീ. സത്യയെ വിവാഹം കഴിക്കുന്നതാണ്, സത്യ എന്ന തരുണിയെ. അതെവിടെയാണ് ഗത്വ പോയിട്ട് പിന്നീട് ഉദവഹ എന്ന വിവാഹം കഴിച്ചു. നഗ്നജിത്ത് എന്ന രാജാവിൻ്റെ പുത്രിയായിരുന്നു, നന്ദന പുത്രിയായിരുന്നു താം. അവിടെ ഈ രാജാവ് വെച്ചിരുന്ന ഒരു നിബന്ധന 7 കാളകൾ എന്ന് പറഞ്ഞാൽ ഈ കാള മത്സരമൊക്കെയുള്ള അതുപോലെ വലിയ കാളകളാണ്. അത് വളരെ സൂക്ഷിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ അപകടം ഉണ്ടാകുന്ന കാളകളാണ്. ആ 7 കാളകളെ ഒരുമിച്ച് ഒറ്റയാളായിട്ട് അതിനെ പിടിച്ച് കെട്ടണം, അതായിരുന്നു. അത് സാധാരണ ആർക്കും പറ്റാത്തതാണ്. ശ്രീകൃഷ്ണൻ എന്ത് ചെയ്ത് 7 ശരീരമായിട്ട് വന്ന് എല്ലാത്തിനെയും ഒരേ സമയത്ത് പിടിച്ച് കെട്ടിയതാണ്. അതാണ് ബദ്ധ്വ, ബന്ധിച്ചിട്ട് സപ്താപി 7നെയും
വൃഷവരാൻ, വൃഷം കാളയാണല്ലോ, ശ്രേഷ്ഠങ്ങളെ. സപ്തമൂർത്തി, 7 മൂർത്തിയായിട്ട് നിമേഷ, ഒരു നിമിഷം കൊണ്ട് തന്നെ. പിന്നീട് ഭദ്ര എന്ന ധരണിയെ വിവാഹം കഴിക്കുന്നതാണ്. അതാണ് ഭദ്രാം നാമ. ഭദ്ര സഹോദരന്മാർ ശ്രീകൃഷ്ണ വിവാഹം ചെയ്തു കൊടുക്കുകയാണ് സന്തോഷത്തോടു കൂടി. പ്രദദുഹു, നൽകി. അഥ തേ എന്ന് പറഞ്ഞാൽ അങ്ങേക്ക്, ദേവാലയോ ദേവ, സന്ദർദനാത്യാഹ, സന്ദർദനം തുടങ്ങിയവരായ തത്സോദരിയാഹ, ആ ഭദ്രയുടെ സഹോദരന്മാർ. വരദ, അല്ലയോ വരദ, ഭവത അങ്ങേക്കായിക്കൊണ്ട്. സാപി, അവളും, പൈതൃശ്വസേയി, അവളും പിതാവിൻ്റെ ഒരു സഹോദരിയുടെ പുത്രി തന്നെ ആയിരുന്നു, ആണ് പൈതൃശ്വസേയി. പാർത്ഥാദ്യൈരപ്യകൃതലവനം തോയമാത്രാഭിലക്ഷ്യം ലക്ഷം ഛിത്വാ ശബരമഥ വൃഥ ലക്ഷ്മണാം മദ്രകന്യാം അഷ്ടാവേവം തവ സമഭവൻ വല്ലഭസ്തത്ര മധ്യേ ശുശ്രോധത്വം സുരപതിഗിരാ ഭൗമ ദുശ്ചേഷ്ടിതാനി. പാർത്ഥാദ്യൈഹി, പാർത്ഥന അർജുനാണ്, അർജുനൻ തുടങ്ങിയവരാലും, അവരാലും എന്നർത്ഥം. അകൃതലവനം, അത് ലക്ഷ്മണ എന്നൊരു കന്യകയുടെ, അവിടെ മദ്ര രാജാവിൻ്റെ പുത്രിയാണ്. അവിടെ ഒരു നിബന്ധന വെച്ചത്, മുകളിലൊരു യന്ത്രത്തിൽ കറങ്ങുന്ന ഒരു മത്സ്യത്തിൻ്റെ രൂപം, അതിനെ ഛേദിക്കണം. മേളിലോട്ട് നോക്കി പോരാ, അതിൻ്റെ നിഴൽ താഴെ വെള്ളത്തിൽ കാണും. ആ വെള്ളത്തിൽ നോക്കിക്കൊണ്ട് അതിനെ ഛേദിക്കണമെന്നാണ്. എല്ലാവരും നോക്കി, അർജുനനും നോക്കിയിട്ട് പറ്റിയില്ല. അപ്പോഴാണ് ശ്രീകൃഷ്ണൻ ചെന്നിട്ട് അനായാസം ചെയ്തു എന്നാണ്. അത് പാർത്ഥൻ തുടങ്ങിയവരാനും അകൃതലേപനം എന്ന് പറഞ്ഞാൽ ഛേദനം ചെയ്യാൻ പറ്റാഞ്ഞ, അത് തോയമാത്രാഭിലക്ഷ്യമാണ്. തോയം വെള്ളത്തിൽ മാത്രം നോക്കി ലക്ഷ്യം കണ്ടുപിടിക്കണം. പക്ഷേ ആ ലക്ഷ്യം ഛിത്വ, ആ ലക്ഷ്യത്തെ ഛേദിച്ചിട്ട് ശബരം, മത്സ്യത്തിൻ്റെ ഒരാകൃതിയായിരുന്നു അവിടെയുള്ളത്, മത്സ്യരൂപമായിരുന്നു. അതിൻ്റെ കണ്ണിലാണ് എമ്പെയ്യേണ്ടത്. ആ ശബരത്തെ അത് ചെയ്തിട്ട് അവൃഥാഹ വരിച്ചു ലക്ഷ്മണ എന്ന കന്യകയെ, മദ്രരാജാവിൻ്റെ കന്യകയെ. ഇങ്ങനെ അഷ്ടൗ ഏവം, അഷ്ടൗ എന്നാണ്. അഷ്ടൗ എന്ന് പറഞ്ഞാൽ 8 എന്നർത്ഥം. ഏവം തവ സമഭവൻ, നിനക്ക് ഉണ്ടായി, വല്ലഭാഹ പത്നിമാർ. തത്ര മധ്യേ എന്ന് പറഞ്ഞാൽ ഈ സമയത്ത്, അതിൻ്റെ മധ്യത്തിൽ, ഈ സമയത്ത് ശുശ്രോധ, നീ കേട്ടു. ത്വം സുരപതിഗിര, സുരപതി എന്ന് പറഞ്ഞാൽ ദേവേന്ദ്രൻ പറഞ്ഞു. ഭൗമ ദുശ്ചേഷ്ടിതാനി, ഭൗമൻ എന്ന ആ രാജാവിൻ്റെ ദുശ്ചേഷ്ടിത, നരകാസുരനെയാണ് ഭൗമൻ എന്ന് പറയുന്നത്. നരകാസുരൻ്റെ പേര് തന്നെയാണ്. ആ ദുശ്ചേഷ്ടിതം, അപ്പോൾ ആ നരകാസുരൻ്റെ ദുശ്ചേഷ്ടിതങ്ങളെയൊക്കെ ഇന്ദ്രൻ അറിഞ്ഞു. അതുപോലെ ഇന്ദ്രൻ്റെ മാതാവിൻ്റെ അതിഥിയാണല്ലോ, അതിഥിയുടെ കുണ്ടലങ്ങൾ ഈ ഭൗമൻ, ഈ നരകാസുരനെ അപഹരിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. ഇന്ദ്രൻ ശ്രീകൃഷ്ണനോട് പറഞ്ഞു, ഇങ്ങനെ ഈ വലിയ ദുഷ്ടത്തരമാണ് കാണിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ, ആ രാജാവിൻ്റെ കൊട്ടാരത്തിലെ 16,000 കന്യകമാരാണ് തടങ്കലിൽ വർക്കുന്നത്. അതുപോലെ ആ കുണ്ടലങ്ങൾ അങ്ങ് തന്നാൽ കൊള്ളാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അങ്ങോട്ട് പോവുകയാണ്. അതാണ് ഭൗമ ദുശ്ചേഷ്ടിതങ്ങളെക്കുറിച്ച് സുരപതിഗിര അറിഞ്ഞു എന്നാണ്. അപ്പം പക്ഷി ഗരുഡൻ്റെ പുറത്ത് സത്യഭാമയും ചേർന്നാണ് പോകുന്നത്. ഇതിൽ പറയുന്നത് ഒരു ഉല്ലാസയാത്രയ്ക്ക് പോകുന്ന പോലെയാണ്, അത്ര അനായാസമാണ്. സ്മൃതായാതം പക്ഷിപ്രവരമധിരൂഢസ്ത്വമഗമോ വഹന്നംഗേ ഭാമാം ഉപവനമിവാരാതി ഭവനം വിഭിന്ദൻ ദുർഗാണി തൃഡിതപൃതന ശോണിതരസൈഃ പുരം താവത് പ്രാഗ്യോതിഷം അകുരുധാഃ ശോണിതപുരം. സ്മൃതായാതം, ഞാൻ ഓർത്തപ്പോൾ വന്നതാണ്. അങ്ങനെയാണ് ഗരുഡൻ. പക്ഷിപ്രവരം, പക്ഷി ശ്രേഷ്ഠൻ എന്ന് പറഞ്ഞാൽ ഗരുഡൻ. അതിൽ അധിരൂഢൻ കയറിയവനായിട്ട് ത്വം അഗമഃ പോയി. വഹൻ അങ്കേ ഭാമാം, മടിയിൽ അങ്കേ ഭാമാം, ഭാമയെ വഹിച്ചുകൊണ്ടാണ്. ഉപവനമിവ ആരാധിഭവനം, ഒരു ഉപവനത്തിൽ പോകുന്ന പോലെ, ഒരു ഉദ്യാനത്തിൽ പോകുന്നത് പോലെ. ഇവ ആരാധി എന്ന് പറയുന്നത് ശത്രുഭവനത്തിലേക്ക് പോയി. വിഭിന്ദൻ ദുർഗാണി, അവിടെ അനേകം കിടങ്ങുകളുണ്ട്, ദുർഗം പലതരത്തിലുള്ളത്.
അവയെല്ലാം ഭേദിച്ചിട്ട് ത്രുടിത പൃതന ശോണിതരസൈഹി, ത്രുടിതം എന്ന് പറഞ്ഞാൽ നശിപ്പിക്കപ്പെട്ട പൃതന സൈന്യം, അതിൻ്റെ ശോണിതം, അവരുടെ ശോണിത രക്തം നിറഞ്ഞ പുരം, ആ പുരത്തെ താവത്, ആ പുരത്തിൻ്റെ പേര് പ്രാഗ്ജ്യോതിഷം എന്നായിരുന്നു. അതിനെ അഗുരുധാഹ ആക്കി തീർത്തു. എന്താ ശോണിതപുരമാക്കി തീർത്തു. അതിന് വേണമെങ്കിൽ ഇപ്പോൾ രക്തനഗരം എന്നാക്കാം. ശോണിതം എന്ന് പറഞ്ഞാൽ രക്തമാണല്ലോ എന്ന് അങ്ങനെ ആക്കി തീർത്തു എന്നാണ്. മുരസ്ത്വാം പഞ്ചസ്യോ ജലധിവനമധ്യാദുതപത സചക്രേ ചക്രേണ പ്രദലിതശിരാമക്ഷുഭവതാം ചതുർദന്തൈർദന്താവളവതിഭിരിന്ധാനസമരം രഥാംഗേന ചിത്വാ നരകം അകരോസ്തീർണ നരകം. ഈ സമയത്ത് വേറൊരു അസുരനാണ് മുരൻ എന്ന അസുരൻ. ഭഗവാനെ മുരാരി എന്നൊക്കെ പറയുമല്ലോ. അത് 5 ശിരസ്സുള്ള ആളായിരുന്നു എന്നാണ്. കിടങ്ങിലെ ജലത്തിനുള്ളിലാണ് മുരൻ്റെ വാസം. 5 തലയുള്ളവൻ. ജലധിവന മധ്യം, വനം എന്ന് പറഞ്ഞാൽ കൂടുതലുള്ള അർത്ഥം. അതിൻ്റെ മധ്യത്തിൽ നിന്ന് ഉദവത എടുത്ത് ചാടി വന്നു. സചക്രേ, അവൻ ചക്രേണ പ്രദലിതശിര, മങ്ഷു എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്, ഭവാനാൽ ഭവത പ്രദലിതശിര ചക്രേ, പ്രദലിത ശിരസ് ഛേദിച്ചവനായിട്ട് ചെയ്യപ്പെട്ടു. ചക്രം കൊണ്ടാണ് ഭഗവാനെ. അപ്പോഴാണ് നരകാസുരൻ വരുന്നു. ചതുർദന്തൈർദന്താവലപതിഭി, ചതുർദന്തം 4 കൊമ്പുള്ള ആനകളാണ് ഈ. അത് 65 ആനയുണ്ടെന്നൊക്കെയാണ്. 4 കൊമ്പൻ ആനകൾ എന്ന് പറയും. ചതുർദന്തൈഹി, ദന്താവളം എന്ന് പറഞ്ഞാൽ ആന, പതിഭി എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠന്മാരായ. ഇന്ധാനസമരം എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ വന്നവനായ നരകാസുരനെയാണ്. രഥാംഗം എന്ന് പറഞ്ഞാൽ ചക്രം, താൽ ചിത്വ ഛേദിച്ചിട്ട് നരകനെ അകരോഹോ ആക്കി തീർത്തുന്ന തീർന്ന നരകം ഇല്ലാത്തവനായിട്ട്. ആ ഭൂമിയിലെ പിന്നെ യാതൊരു ദുഃഖവും പിന്നില്ലല്ലോ. അങ്ങനെ മോക്ഷം കൊടുത്തു എന്നുള്ള അർത്ഥമാണ് ഇവിടെ. അടുത്ത പദ്യം നോക്കാം. സ്തുതോ ഭൂമ്യാരാജ്യം സപതി ഭഗദത്തേസ്യ തനയേ ഗജം ചെയ്യം ദത്വാ പ്രജിഖൈധ നാഗാൻ നിജപുരീം ഖലേന ബദ്ധാനാം സ്വഗതമനസാം ഷോഡശ പുനഃ സഹസ്രാണി സ്ത്രീണാമപി ച ധനരാശിഞ്ച വിപുലം. ഈ നരകാസുരനെ ഒരു കഥയുള്ളത്, നരകാസുരനെ ഭൂമിദേവിയുടെ പുത്രനാണ്. ഒരു വരവും നേടിയിട്ടുണ്ട്. ഭൂമി ദേവി മൂലമേ ഞാൻ മരിക്കാവുന്നത്. അങ്ങനെയാണ് ഈ സത്യഭാമ ഭൂമിദേവിയുടെ അവതാരമാണെന്നൊരു കഥയുണ്ട്. അങ്ങനെ സത്യഭാമയും കൂടെ കൊണ്ടുപോയത് അതിനുകൂടാണ്. സത്യഭാമയും ഈ യുദ്ധത്തിലെ ഈ നരകാസുരൻ്റെ വധസമയത്ത് പങ്കെടുത്തു എന്നാണ്. ആ സമയത്ത് നരകാസുരൻ വധിക്കപ്പെട്ടപ്പോൾ ഭൂമിദേവി നേരിട്ട് വന്നിട്ട് സ്തുതിച്ചു. അതാണ് സ്തുതോ ഭൂമിയ എന്ന് പറഞ്ഞത്. ഭൂമിയാൽ സ്തുതിക്കപ്പെട്ടവനായിട്ട് ആ രാജ്യം നരകാസുരൻ്റെ മകനാണ് ഭഗതത്തിന് നൽകി. സപതി പെട്ടെന്ന് തന്നെ ഭഗതത്തെ അസ്യതനെ, അവൻ്റെ തനയനായ ഭഗതത്തിനായിക്കൊണ്ട് എന്താണ് കൊടുത്തു എന്നർത്ഥം. ദത്വ ഏകം ഗജം ച, ഒരു 4 കൊമ്പനാനകളിൽ ഒന്നിനെ, അതിനെയും കൊടുത്തു. ബാക്കി ഗജങ്ങളേക്ക് നാഗാൻ നിജപുരിയും പ്രജിഖൈധ, തൻ്റെ പുരിയിലേക്ക് ദ്വാരയിലേക്ക് അയച്ചു മറ്റ് നാഗങ്ങളെയെല്ലാം. എന്താണ് എന്നിട്ട് അവരെ മാത്രമല്ല, അരകളെ മാത്രമല്ല, ഖരേന കലനായ നരകാസുരനായ ആബദ്ധാനാം പിടിച്ച് വയ്ക്കപ്പെട്ടിരുന്ന സ്വഗത മനസ്സാം, തന്നിൽ ചെന്ന മനസ്സോടുകൂടിയവരായിരുന്നു ഈ കുറച്ച് 16,000 കന്യകമാരുണ്ടായിരുന്നു ഈ നരകാസുരൻ്റെ തടങ്കലിൽ. അവരെ ദൂതനെ അയച്ചു എന്നാണ് ഭഗവാന്റെ അടുത്തേക്ക്. ഞങ്ങളിങ്ങനെ എത്രയോ കാലമായിട്ട് ഇവിടെ കിടക്കുകയാണ്, അങ്ങ് വന്ന് രക്ഷിക്കണം, അങ്ങ് മാത്രമേ ശരണമുള്ളൂ എന്ന് അയച്ചു എന്ന് കഥയുണ്ട്. ആ ഷോഡശ പുനഃ സഹസ്രാണി, ഷോഡശ എന്ന് പറഞ്ഞാൽ 16 ആയിരങ്ങൾ, സഹസ്രം. സ്ത്രീണാം, അങ്ങനെയുള്ള സ്ത്രീകളുടെ, പുനഃ എന്ന് പറഞ്ഞാൽ പിന്നീട് സഹസ്രം. സ്ത്രീണാം അപിച്ച സ്ത്രീണാം സഹസ്രാണി, സ്ത്രീകളുടെ 16 ആയിരങ്ങളെയും ധനരാശിം ച, അവനെ വലിയ ധനരാശി, വലിയ ധന ബാഹുല്യം, അതിനെയും തൻ്റെ പുരത്തിലേക്ക് അയച്ചു എന്നർത്ഥം. പ്രജിഖൈത എന്നുള്ളതിലേക്ക് കിട്ടണം.
ഭൗമാപാഹൃതകുണ്ടലം തദതിതേർദാതും പ്രയാതോ ദിവം ശക്രാദ്യൈറും महितः സമം ദൈതയാം യുസ്ത്രീഷു ദത്തഹ്രിയാ ഹൃത്വാ കൽപ്പതരും രുഷാഭിപതിതം ജിത്വേന്ദ്രമഭ്യാഗമസ്തത്തു ശ്രീമദദോഷൈദൃശൈ വ്യാഖ്യാതുമേവ കൃതാം. അതിഥിയുടെ കുണ്ടലങ്ങൾ ഈ നരകാസുരനെ കൊണ്ടുപോയിരുന്നവല്ല, അതപ്പോൾ തിരിച്ചു കൊണ്ടു കൊടുക്കാനായിട്ട് ഭൗമാപാഹൃതം ഭൗമനാൽ നരകാസുരനെ അപഹരിച്ച കുണ്ടലത്തെ അതിഥിക്ക് ദേഹേ ധാതു പ്രയാത ദിവം പ്രയാത ആ ദേവലോകത്തിലേക്ക് പോയി. ശക്രാദ്യൈഹി महिത ദേവന്മാരാൽ ഇന്ദ്രൻ തുടങ്ങിയ ദേവന്മാരാൽ महिത എന്ന് പറഞ്ഞാൽ ആദരിക്കപ്പെട്ടവനായിട്ട് ദീതയാസമം, ദീതയുടെ സത്യഭാമയാണ്. ജിസ്ത്രീഷു സത്യഭാമ എങ്ങനെയാണ്? ജിസ്ത്രീഷു ദേവസ്ത്രീകളിൽ ദത്തഹ്രിയ, ഹ്രീ എന്ന് പറഞ്ഞാൽ ലജ്ജ ഉണ്ടാക്കും അവർക്ക്, ഞങ്ങൾ ഇത്രയേ ഉള്ളൂ, അത്ര സുന്ദരിയാണെന്നുള്ളർത്ഥം സത്യഭാമ. അതാണ് ജിസ്ത്രീഷു ദത്തഹ്രിയ, അതാണ് ദൈതയാസ്, സത്യഭാമയോട് കൂടിയാണ് പോയത്. എന്നിട്ട് അവിടെ ചെന്നത് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവിടെ ഈ കൽപ്പവൃക്ഷം നിൽക്കുന്ന കണ്ടപ്പോൾ ഇഷ്ടംപോലെ അതിൻ്റെ വിത്തുകളൊക്കെ ഇങ്ങനെ കളിച്ച് നിൽപ്പുണ്ട്. അപ്പം സത്യഭാമ പറഞ്ഞ് നമുക്കിത് ഒരെണ്ണം കൊണ്ടുപോയി നടാമല്ലോ ആട്ടെന്ന് പറഞ്ഞ് അതേ ഒരെണ്ണം എടുത്തുകൊണ്ട് പോകുന്നു. പക്ഷേ അത് ദേവലോകത്തെ വൃക്ഷമാണ്, അത് ഭൂമിയിൽ കൊണ്ടുപോകാൻ ഇന്ദ്രൻ സമ്മതിക്കത്തില്ല. അതാണ് ഹൃത്വ കൽപ്പതരും അപഹരിച്ചു തന്നെ. രുഷാഭിപതിതം കോപത്തോടുകൂടി ചാടി വീണ ഇന്ദ്രനെ ജിത്വ ഇന്ദ്രനെ, എന്നിട്ട് അഭ്യാഗമ തിരിച്ചു വന്നു. തത് സ്തു അതാകട്ടെ ശ്രീമദദോഷ, ശ്രീമതമാണ് ഐശ്വര്യം കൊണ്ടുള്ള മതത്തിൻ്റെ ദോഷം ഇങ്ങനെയാണ്, ഇന്ദ്രൻ്റെ കാര്യമാണ്. ഈദൃശ ഇപ്രകാരമാണ്, ഈദൃശ ഇപ്രകാരം, ഇതി വ്യാഖ്യാതും എന്ന് അറിയിക്കുന്നതിന് ഏവ അതിനുവേണ്ടി മാത്രമാണ് ഇങ്ങനെ അകൃതാഹ ചെയ്തത്. കൽപ്പദ്രും സത്യഭാമാ ഭവനഭുവി സൃജൻ ജ്യേഷ്ഠസാഹസ്രയോഷ സ്വീകൃത്യ പ്രത്യകാരം വിഹിത ബഹുവൂർലാലയൻ കേളിഭേദൈഃ ആശ്ചര്യാൻ നാരദാലോകിത വിവിധഗതിസ്തത്ര തത്രാപി ഏഹേ ഭൂയ സർവാസു കുർവൻ ദശദശതനയാൻ പാഹി പാതാലേശം. കൽപ്പവൃക്ഷത്തെ ധ്രുവം വൃക്ഷമാണല്ലോ, അതിനെ സത്യഭാമയുടെ ഭവനഭൂവിൽ വീടിൻ്റെ സ്ഥലത്ത് ഭൂമിയിൽ സൃജൻ അവിടെ വയ്ക്കുന്നവനായിട്ട് അവിടെ വെച്ചത്. എന്നിട്ട് ദ്യഷ്ടസാഹസ്രയോഷ, അഷ്ടം എന്ന് പറഞ്ഞാൽ 8, ദ്യഷ്ടം 16, സാഹസ്രം 16,000 യോഷ അവതരന്മാരെ ദ്വിതീയ ബഹുവചനമാണ് സ്വീകരിച്ചിട്ട് പ്രത്യകാരം, അകാരം എന്ന് പറഞ്ഞാൽ വീട്, അവർക്കെല്ലാവർക്കും ഓരോ വീട് പണിത് കൊടുത്തു. അതാണ് ഓരോ വീട്ടിലും വിഹിത ബഹുവപൂർ, ഓരോ വീട്ടിലും താൻ 16,000 രൂപവും സ്വീകരിച്ചു എന്നാണ്. വിഹിത ബഹുവപു, പല ബഹുസനെ സ്വീകരിച്ചിട്ട് ലാളയൻ കേളിഭേദൈഹി, കേളിഭേദങ്ങളാൽ അവരെല്ലാം ലാളിക്കുന്നവനായിട്ട് നാരദന് ചെന്നു. എങ്ങനെയാണ് ഇങ്ങനെ ഇത്രയും പേരെടുത്ത് എങ്ങനെയാണ് ഭഗവാൻ താമസിക്കുന്നതെന്ന് അറിയാൻ ചെന്നപ്പോൾ ഈ 16,000 ഗൃഹത്തിലും ഭഗവാനെ കാണുകയാണ്. അത്ഭുതപ്പെട്ടു എന്നാണ്. ആശ്ചര്യം ഹേതുവായിട്ട് നാരദാലോകിത വിവിധഗതി, നാരദൻ കണ്ട വിവിധ അത് ഓരോ ഗൃഹത്തിൽ ഓരോ രീതിയിലാണ് എന്നാണ്. ചിലയിടത്ത് ഒരു പ്രവൃത്തിയായിരിക്കും, ചിലയിടത്ത് കൃഷി ചെയ്യുകയായിരിക്കും, ചിലയിടത്ത് പശുക്കളെയൊക്കെ നോക്കിയായിരിക്കും, അങ്ങനെ വിവിധഗതി. തത്രാപി അവിടെ ഓരോ വീട്ടിലും ഗേഹേ തത്രാപി അവിടെ വീടുകളിലെ വിവിധഗതി എന്ന് പറഞ്ഞാൽ പല പ്രവൃത്തികളിൽ ഏർപ്പെട്ടു എന്നർത്ഥം. ഭൂയ പിന്നീട് സർവാസു എല്ലാവരിലും നല്ല പറഞ്ഞുള്ളൂ, പത്നിമാരിലും ദശദശ തനയാൻ കുറുവൻ 10 പുത്രന്മാരെ ചെയ്തിട്ട് എന്ന് പറഞ്ഞാൽ പുത്രന്മാർ ജനിച്ചു എന്നർത്ഥം. പാഹി അങ്ങനെയുള്ള അല്ലയോ ഗുരുവായൂരപ്പ നീ വതാലേശ രക്ഷിച്ചാലും. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.